14-ാം സങ്കീർത്തനം 2-ാം വാക്യം. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തുകയാണ്, പല കാര്യങ്ങൾ അന്വേഷിക്കുന്ന മനുഷ്യർ ഈ ഭൂമിയിലുള്ളപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ആരുണ്ട് എന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾ നമുക്ക് ബൈബിളിൽ നിന്ന് പഠിക്കാനായിട്ട് കഴിയും. ഇന്നത്തെ മെസ്സേജ്, നിന്നെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. ഒന്നാമത്തെ ഭാഗം ഇവിടെ വായിക്കുന്നത്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് അറിയാൻ. അപ്പൊ ദൈവത്തെ അന്വേഷിക്കുന്നവൻ ബുദ്ധിമാനാണ്. അങ്ങനെയുള്ളവർ ഉണ്ടോ എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ശത്രു എല്ലാവരുടെയും വിളവ് കൊയ്തുകൊണ്ട് പോയപ്പോൾ ഗിദെയോൻ എന്ന് പറയുന്ന ഒരുവൻ, സ്തോത്രം, തൻ്റെ വിളവ് ശത്രു കൊണ്ടുപോകാതെ തൻ്റെ വിളവ് കൊയ്ത് മുന്തിരിച്ചക്കിനടുക്കൽ നിന്ന് മെതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അവനെ വിളിക്കുക, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്റെ കൂടെയുണ്ട്. അപ്പം അത്രയും ജനത്തിന്റെ നടുവിൽ ഗിദെയോനെ ദൈവം നോക്കുവാൻ കാരണം എന്താ? ആരും ചെയ്യാത്തത് ഗിദെയോൻ ചെയ്തു. ബൈബിൾ നമ്മൾ പഠിക്കുമ്പം പലരുടെ മേലും ദൈവത്തിന്റെ നോട്ടമുണ്ട്. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുക, നിന്നെ ചിലതിനൊക്കെ ദൈവം പ്രയോജനപ്പെടുത്താനും ഉപയോഗിക്കാനും ആഗ്രഹിക്കുക. നീ വ്യത്യസ്തനാകുന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ, ആരും ചെയ്യാത്ത കാര്യങ്ങൾ നീ ചെയ്യുമ്പോഴാണ്. ഒരു ആത്മീക യുദ്ധത്തിന് നീ തയ്യാറാകുന്നെങ്കിൽ ശത്രു നിന്റെ മുഴുവൻ നന്മയെ അപഹരിക്കാൻ വരുമ്പോഴും നിന്റെ നന്മ ശത്രുവിൻ്റെ കയ്യിൽ പെടാതെ അതിനെ സൂക്ഷിക്കുന്ന ഒരു ജാഗ്രതയുള്ള മനുഷ്യനെ പോലെ നീ അതിനെ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയായാൽ ബൈബിൾ പറയുക, നിന്നെ ദൈവം ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കും. ഇവിടെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ലോകത്തില് പലതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ദൈവത്തെ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മേൽ യഹോവയുടെ കണ്ണുണ്ട്. ബൈബിൾ വായിക്കാൻ നീ കാണിക്കുന്ന പ്രേരണ, പ്രാർത്ഥിക്കാൻ നീ കാണിക്കുന്ന താല്പര്യം, അതൊക്കെ ദൈവത്തെ അന്വേഷിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. ആ നിന്റെ മേൽ ദൈവത്തിൻ്റെ നോട്ടമുണ്ട്. ഗിദെയോനോട് ദൈവം പറയുന്നൊരു ഭാഗമുണ്ട്, യഹോവ അവനെ നോക്കി എന്നിട്ട് അവനോട് പറഞ്ഞു, ഈ ബലത്തോടെ പോകാം. ഈ ദിവസങ്ങളിൽ ദൈവം നിന്നെ നോക്കട്ടെ. ദൈവത്തിൽ നിന്നൊരു ബലം പ്രാപിക്കുക. നീ മുന്നോട്ട് പോ. നിന്നെ ദൈവത്തിൻ്റെ കണ്ണുകൾ ശ്രദ്ധിക്കുന്നു. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എല്ലാവരെയും പോലെ ഭീരുവാകാതെ ആരും ചെയ്യാത്തത് ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ തരണം. ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന 2 കണ്ണുകളുണ്ട്. ആ ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവേ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിന്റെ മേൽ യഹോവയുടെ നോട്ടമുണ്ട്. ദൈവത്തിൻ്റെ ബലം നിന്റെ മേൽ വരും. ഗോഡ് ബ്ലെസ് യു.